ജനറലി ഒരു വർക്ക് സ്പേസ് അറ്റ്മോസ്ഫിയറും കേട്ടതിൽ നിന്നും അനുഭവിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നതും കുറേയും കൂടെ കൺഡ്യൂസീവ് ആയി വരുന്നു ഇപ്പോൾ. എൻ്റെ വൈഫും എൻ്റെ മോള് രണ്ടുപേരും, ഒരാൾ ടീച്ചറാണ്, ആൾ സ്കൂളിൽ പഠിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നവരെ ടോയ്ലറ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ആലോചിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ റുട്ടീൻ അങ്ങനെയാണ്. അവർ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണത്. അപ്പോൾ അത് നമുക്ക് തോന്നി ഇതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, ഇത് വീണ്ടും വീണ്ടും ഇത് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ ഇത് ഇപ്പോഴും പ്രശ്നമാണ്, ഇപ്പോഴും ഇത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീയുടെ പീരീഡ്സിനെ കുറിച്ചിട്ട് സിനിമയിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ അത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ജോർജ് സാറിൻ്റെ സിനിമ ആദാമിൻ്റെ ഭാര്യയിലൊക്കെ അതിനെ കുറിച്ചിട്ട് വളരെ നാച്ചുറലി സംസാരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സിനിമയിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സംഭവമില്ല, അല്ലെങ്കിൽ ഈവൻ ഒരു സെക്സ് ലൈഫ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. I mean, it's not that bad right now. Maybe it's getting better. It's not, everything is not okay. പക്ഷേ മുമ്പുണ്ടായിരുന്നതിനേക്കാളും ചെറിയ ചെറിയ മാറ്റങ്ങൾ, താങ്ക്സ് ടു എവ്രിബഡി ഹു വോയിസസ്, ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേര്, എസ്പെഷ്യലി പാർവതി. സംബഡി ഹാസ് ടു ടേക്ക് അപ്പ് ദ ഫൈറ്റ്. അതിന്റെ റിസൾട്ട് ഒക്കെ ചിലപ്പോൾ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പോകുന്നൊക്കെ ചിലപ്പോൾ അടുത്തൊരു ജനറേഷനൊക്കെ ആയിരിക്കും. ഞാൻ പഠിച്ച കോളേജിൽ പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ മാസ് കോം ചെയ്യുന്ന കുട്ടികൾക്ക് കെ ജി ജോർജ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഫ്രഷ് ആണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് ഒരു ബാഗേജും ഇല്ല, പേരില്ല, പ്രശസ്തി ഇല്ല, എഴുത്തുകാരിയല്ല. അപ്പോൾ അത് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്തായിരിക്കും, മറ്റേ സിനിമ ഇതുപോലെ ആയില്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അർച്ചന എനിക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കാര്യം ഇത് ഇങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച ശാന്ത ഇങ്ങനെയല്ല, എന്റെ ശാന്ത ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു സീ ദിസ് വർക്ക്സ്, ഇറ്റ് വിൽ വർക്ക്. അപ്പൊ പ്രതാപ് സാർ ഇത് എന്തിനാ ഇത് എടുക്കുന്നത്? അപ്പൊ ഞാൻ അല്ല സാർ ഇരുന്നോട്ടെ, ഒരു ഷോട്ട് എഡിറ്റർക്ക് വേണമെങ്കിലോ, എഡിറ്റർക്ക് അതിന്റെ ആവശ്യമൊന്നും വരില്ല. ഭംഗിയായിട്ട് ചിരിച്ച് കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മലയാള സിനിമയിൽ സ്ത്രീകളുടെ അഭാവത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്താണ് തെന്നിന്ത്യയിലെ മികച്ച നടിമാരായ ഉർവശി, പാർവതി, രമ്യ, ലിജോമോൾ, ഐശ്വര്യ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെർ എന്ന മൂവി എത്തുന്നത്. സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഴിഞ്ഞാൽ സിനിമയെന്തോ ആളുകൾ കാണില്ല എന്നൊരു ഇടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരമൊരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം, അതിന് 3 പേർക്കും അഭിനന്ദനങ്ങൾ. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അത്തരമൊരു സിനിമയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഈ സിനിമ ഇപ്പോൾ സനത കറക്റ്റായിട്ട് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം അനീഷാണ്. അനീഷിനെ പോലെ ഒരു പ്രൊഡ്യൂസർ ഇത്തരം ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോംസ് ഉള്ളത് കൊണ്ട് നമുക്ക് തിയേറ്റർ അല്ലാതെ വേറൊരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അർച്ചന ഇതിൻ്റെ ഒരു ഐഡിയ പിച്ച് ചെയ്യുമ്പോൾ തന്നെ OTTയിലായിരിക്കും ഇപ്പോഴത്തെ ഒരു സമയത്ത്, ഒരു പോസ്റ്റ് കോവിഡ് ടൈമിൽ ഒരു OTT പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഈ സിനിമ കുറച്ചും കൂടെ ആളുകളിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിൽ തന്നെയാണ് നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനീഷിനോട് ഇത് പിച്ച് ചെയ്യുമ്പോഴും ആ ഒരു ഐഡിയ തന്നെയായിരുന്നു. ഇപ്പോൾ റിലീസ് 29th സ്ട്രീമിംഗ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ച കൈൻഡ് ഓഫ് ഒരു ഓഡിയൻസിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലത്തെ റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ജനറലി ആളുകൾക്ക് പോസിറ്റീവാണ്, ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു നമ്മൾ പബ്ലിക് ഡൊമൈനിലൊരു ഒരു വർക്ക് ഓഫ് ആർട്ട്, അല്ലെങ്കിൽ സിനിമയായാലും ഏത് വർക്ക് ഓഫ് ആർട്ട് ആണെങ്കിലും വരുമ്പോൾ ആൾക്കാർക്ക് ഡിസഗ്രി ചെയ്യാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, ഇഷ്ടപ്പെടാതിരിക്കുന്നവരും ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കമൻസും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ബട്ട് മോസ്റ്റ്ലി ആളുകൾക്ക് സിനിമ ഇഷ്ടമാവുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് ഇതിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റാണ്, ആദ്യത്തെ തിരക്കഥയാണ്. അപ്പോൾ ആദ്യം മുതലേ എനിക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ആളുകൾ എന്താ പറയുന്നത്, പിന്നെ നല്ല നല്ല കമൻസ് ഉണ്ട്. ലിജൻ പറഞ്ഞ പോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും സിനിമ എടുക്കുമെന്ന് വെച്ചിട്ടുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാത്തിനെയും ഞാനൊരു കൗതുകത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം ആദ്യത്തെ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഒരു ലേണിംഗ് ആണ്. എഴുതുന്ന സമയം മുതൽ, അല്ല ഈ ത്രെഡ് ആലോചിച്ച സമയം മുതൽ ഇപ്പോൾ ഈ ഫീഡ്ബാക്ക് കിട്ടുന്ന ഈ സ്റ്റേജ് വരെയും എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണോ എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ. ലിജൻ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പിയാണ്. ഇത്
പൊതുവേ ഉള്ള ഒരു ഫീലിംഗ്, പൊതുവേ ഉള്ള ഒരു റെസ്പോൺസ് പോസിറ്റീവ് ആണ് എന്നുള്ളത് സന്തോഷമാണ്. ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരക്കഥ എഴുതുക എന്നുള്ളത് അർച്ചനയുടെ താല്പര്യമായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് ലിജിന്റെ താല്പര്യമായിരുന്നോ? ഇത് ഇങ്ങനെ ആയതിന്റെ കാരണം അർച്ചന തന്നെയാണ്. കാര്യം ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ചും ഇതൊരു എനിക്കൊരു ആന്തോളജി ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിതൊരു ആന്തോളജി സ്വഭാവം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഒരു സിംഗിൾ നരേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ചിലരൊക്കെ ആ രീതി പറയുന്നുണ്ട്, ഇതിനെ ഒരൊറ്റ സിംഗിൾ നരേറ്റീവായിട്ട് കാണാൻ പറ്റും എന്ന് ചിലർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ട്. അതായിരുന്നു നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്. അതെ, കാര്യം കണക്ഷൻ ഉണ്ട്. കാരണം ആന്തോളജി മിക്കവാറും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ ഇതിൽ നമുക്ക് അങ്ങനെ പറയാൻ ഒരു പർട്ടിക്കുലർ തീം എന്നൊന്നും പറയാനില്ല. സ്ത്രീകൾ അവർ ഫേസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൽ തന്നെ പല ജോണേഴ്സാണ് വരുന്നത്. ഓരോന്നിനും ചിലത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു സറ്റയർ ടോണിലാണ് വരുന്നത്, ചിലത് കുറച്ചൊരു ത്രില്ലർ മൂഡിലുള്ള സാധനമുണ്ട്, ചിലത് വളരെ ഡ്രാമ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ആന്തോളജി എന്ന് പറയുന്നൊരു പരിപാടി ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അർച്ചന ഈ ആദ്യത്തെ ഉറുമ്പ് എന്ന് പറയുന്നൊരു കഥ എഴുതിയിട്ട് അയക്കുമ്പോഴും എനിക്ക് അതിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു വിഷ്വൽ സ്ക്രിപ്റ്റ് ആയിരുന്നു. സാധാരണ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേസ് ആണ് കിട്ടാറുള്ളത്. ഇത് ഭയങ്കര വിഷ്വൽ ആയിട്ടുള്ള നരേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അർച്ചനോട് പറഞ്ഞത് ഇത് ഒരു സിനിമയുടെ പാറ്റേൺ ഇങ്ങനെ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും, ഇത് വെച്ചിട്ട് ഇതൊരു ഫുൾ കഥയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അർച്ചനയ്ക്ക് ആ കഥ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാനില്ല, എനിക്കിതിൽ കൂടുതലൊന്നും എഴുതാനില്ല, ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളായിരുന്നു അർച്ചനയുടെ സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനൊരു ഫീച്ചർ ലെങ്ത്തിലേക്ക് എഴുതാൻ നോക്കുന്നു തന്നെയാണ്. പക്ഷേ അർച്ചനയ്ക്ക് അത് ആദ്യത്തെ ഒരു സിനിമ അങ്ങനെ ഫീച്ചറായിട്ട് എഴുതാൻ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അർച്ചന പിന്നെയും ആ ലോക്ക്ഡൗൺ സമയത്താണ് വേറെയും കഥകൾ ഇങ്ങനെ പല എല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ. പക്ഷെ എല്ലാത്തിനും ഒരു രീതിയിൽ ലൈഫുണ്ട്. ഇപ്പം ഒരു ഫീമെയിൽ റൈറ്റർ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ഉള്ള ഒരു യുണീക്നെസ് ആ കഥകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കത് ആന്തോളജി ആയിട്ട് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് അർച്ചന ഒരു 10-ലധികം കഥകൾ എഴുതിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തൊരു 5 കഥകൾ വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ ഒരു സിംഗിൾ നരേറ്റീവിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു പിന്നത്തെ അതിൻ്റെ ഒരു ഡിസ്കഷൻ പോയിന്റും നമ്മുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സും. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിയിൽ കൊണ്ടുവരാം, ഒരു സിറ്റിയിലേക്ക് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കണക്റ്റിംഗ് പോയിന്റ്സ് വെക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ പിന്നീട് അതിൽ വന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലായത് അർച്ചന കാരണമാണ്. അർച്ചനയ്ക്ക് ഈ തിരക്കഥ എഴുതുമ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇതിലേക്ക് ലൂക്കയിലും മറ്റേ ലില്ലി അല്ലെ അഭിനയിച്ചു, പിന്നെ ഫിലിം സ്റ്റഡീസിൽ PhD ഒക്കെ എടുത്തു. എന്നിരുന്നാലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്ക് ആദ്യത്തെ വരവാണല്ലോ. അപ്പൊ അതില് ഇങ്ങനെ 5 കഥകൾ എന്നുള്ളത് ഇതിനെ ആ ഒരു കഥേനെ വലുതാക്കുന്നതിന് പകരം 5 കഥകളാക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഉറുമ്പ് വലുതാക്കാൻ പറ്റുന്നതായിരുന്നു. അത് തുടക്കം മാത്രമേ ഉള്ളൂ. അതിന് ആ കഥയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം, അത് നമ്മൾ ഉണ്ടാക്കുന്നല്ലേ. പക്ഷെ അത് മടിയാണ്. അതുകൊണ്ട് വേഗം വേറെ കഥകൾ എഴുതാന്ന് വിചാരിച്ചു. അതെ, ഇപ്പൊ ലിജൻ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഒരു പ്രശ്നമായിരുന്നു. കാരണം ഒരിക്കലും ചിന്തിക്കാത്തൊരു ഏരിയ ആണത്. മറ്റത് ഇപ്പോൾ സനിത പറഞ്ഞ പോലെ മറ്റ് ഏരിയാസിലൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പം അഭിനയായാലും കാസ്റ്റിംഗ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു സിനിമയും ഇങ്ങനെ ആ പണികളൊന്നും പ്രശ്നമില്ല. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു പഠിച്ചിട്ടുള്ളത് കൊണ്ട്, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത് ചെയ്യണം എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അതൊന്ന് മാറി നിൽക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലിജൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആസ് എ ഫ്രണ്ട് ആൻഡ് ആസ് എ ഡയറക്ടർ 2 രീതിയിലും ഇതിലെന്തോ ഉണ്ട്, ചെയ്യൂന്ന് പറയുമ്പോൾ ഓക്കെ ഉണ്ടാവാം എന്ന് തോന്നിയിട്ടാണ് അത് എഴുതാൻ കാരണം. ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് എഴുതിയത്. പക്ഷേ ലിജൻ പറഞ്ഞ പോലെ അത് വലുതാക്കാനൊന്നും ഞാൻ ശ്രമിച്ചില്ല, മടിയുണ്ട്. പക്ഷെ ഇതാണ് കുറച്ചുകൂടെ എളുപ്പമാണല്ലോ എന്നാലോചിച്ചു. കഥാപാത്രങ്ങളെ അർച്ചന തെരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? നമ്മുടെ സമൂഹത്തിൽ നിന്നാണോ, അല്ലെ അർച്ചനയ്ക്ക് മുന്നേ പരിചയമുള്ള ഏതെങ്കിലും അനുഭവത്തിൽ നിന്നാണോ? എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്? ചുറ്റും നമ്മുടെ ചുറ്റും കാണുന്ന ആളുകൾ തന്നെയാണ്. അതെ അതെ. എന്നിരുന്നാലും അതിൽ നിന്നും നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തണമല്ലോ. അതെ അതെ. എനിക്ക് തോന്നുന്നു, എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില ആളുകൾ നമുക്കൊരു കൗതുകം, പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ സ്വഭാവത്തിലോ അവരുടെ രീതികളിലോ അവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി കൊണ്ടോ, എക്സാമ്പിൾ ഇപ്പം ഉർവശി മാമും പ്രതാപോത്തൻ സാറും ചെയ്ത ആ സെഗ്മെന്റ്, അതിലുള്ള അത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അവരുടെ ഒരു വളരെ യൂഷ്വൽ ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പം അത്
ആ ഒരു ആസ്പെക്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ വീട്ടിൽ നടന്ന കാര്യം, വീട്ടിലുള്ള കാര്യം തന്നെയാണ്. അച്ഛനും അമ്മയും അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരാകുമ്പം കുറച്ചുകൂടെ നമുക്കത് എഴുതാനും പിന്നെ ഡയലോഗ്സ് ആണെങ്കിലും ആ ഒരു രീതിയിൽ അതൊരു ഫ്ലോയിൽ വരാനും എനിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. അപ്പോൾ അതൊരു ഫോഴ്സ്ഡ് അറ്റംപ്റ്റ് അല്ല, പക്ഷെ നാച്ചുറലായിട്ട് വന്നത് ഇത്തരം കഥകളാണ്. ഈ കഥകൾ കിട്ടി കഴിഞ്ഞപ്പോഴേ ലിജിന് എന്താ തോന്നിയത്? ഇതിങ്ങനെ തന്നെ സിനിമയാക്കാം, അല്ലെങ്കിൽ ഇത് പിന്നെ നിർമ്മാതാവിനും ഇത് ഓക്കെ ആയിരുന്നോ? ഇല്ല, എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി. ഞങ്ങൾ ഇതിൽ നിന്ന് ആദ്യം പറഞ്ഞു അർച്ചന ഒരു 10-ലധികം കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയ 5 കഥകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് അനീഷിനോട് പറയുമ്പോഴും അനീഷിനും അതേ വൈബിൽ തന്നെ ആ സാധനങ്ങൾ വർക്കായി. അനീഷിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് ഇതെല്ലാം പറയേണ്ട കഥകളാണല്ലോ, എല്ലാത്തിനും ഒരു റെലവൻസ് ഉണ്ട്, നമുക്കിത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു രീതിയിൽ തന്നെ അനീഷും എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനെ എല്ലാം ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ സ്റ്റോറീസ് ആവരുതെന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടീക്ക് ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങൾ ഒന്ന് ലിങ്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇപ്പം വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, സിനിമ എന്ന് പറയുന്ന ആ സിനിമയുടെ പശ്ചാത്തലമായാലും കഥാപാത്രങ്ങളായാലും മുന്നേ നമുക്ക് പല സിനിമയിലും കണ്ടുപരിചയവും ഒക്കെ ഉള്ളതാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വരുന്ന സിനിമയെ കുറിച്ച് മാത്രമേ ആ അഭിപ്രായം കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ മുന്നേ വന്നിട്ടുള്ള നായക നടന്മാർ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നതൊക്കെ തന്നെ സിനിമകൾ നമുക്കറിയാം. ഒന്നുകിൽ കാമുകിനെ രക്ഷിക്കാൻ കാമുകൻ അടിച്ച് 10-20 വരെ നിരത്തുന്നത്, അല്ലെങ്കിൽ പ്രതികാരം, അങ്ങനെയുള്ള ഒരുപാട് സബ്ജക്ട് നമുക്കറിയാം റിപ്പീറ്റ് ചെയ്തിട്ട് സിനിമയിൽ വരുന്നുണ്ട്. സാഹചര്യങ്ങൾ മാറുന്നു, അഭിനേതാക്കൾ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനൊന്നും ഇല്ലാത്തൊരു വിമർശനമാണ് സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപരിചയം എന്നുള്ളൊരു രീതി. അത് പറയുന്ന രീതിയും കഥാപാത്രങ്ങൾക്ക് ഇപ്പോഴും സമൂഹത്തിൽ അവരെ പറ്റി അത്തരം കഥാപാത്രങ്ങളെ കാണേണ്ടതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഫാക്ടർ തന്നെയാണ്. അത് കാരണം നമ്മൾ കണ്ടീഷൻഡ് ആണ് അങ്ങനെ. നമ്മള് സിനിമ കാണാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നായകന്റെ വീരകൃത്യങ്ങൾ കാണാൻ വേണ്ടി പോവാന്ന് പറയുന്നത് അതിനൊരു ടെംപ്ലേറ്റ് ഇങ്ങനെ മാറി മാറി വന്നാലും ഓക്കെ ആണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് എത്ര യൂസ്ഡ് അല്ല. നമ്മളൊരു സ്ത്രീകളുടെ ഒരു പെണ്ണിന്റെ പ്രശ്നം എത്ര നേരം നമുക്ക് പറയാം. അതാണ് ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അത്. എന്തായാലും ഇതിനൊരു എൻഗേജ് ചെയ്യുക ആൾക്കാരെ, ലൈക്ക് ഒരു ഡിസ്കഷൻ പോയിന്റിൽ ആൾക്കാർക്ക് അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ അതിനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയിൽ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പൊ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള സ്ത്രീകളാണെങ്കിലും അവരെ നമ്മൾ എന്താ പറയുക, എല്ലാവരെയും സദ്ഗുണ സമ്പന്നരാക്കിയിട്ടില്ല. ഒരു നെഗറ്റീവ് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവേ മനുഷ്യർക്ക് കാണുന്ന കാപഡ്യവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയായിരുന്നോ? കാരണം അതിലൊരു ആശങ്ക ഉണ്ടായിരുന്നോ അങ്ങനെ വരുമ്പോൾ? അതാണ് എളുപ്പം തോന്നുന്ന കാര്യം. നമ്മൾ മനുഷ്യരൊക്കെ നമ്മൾ തന്നെ അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഇവരെ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനായിരിക്കും നമ്മൾ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരികയെന്ന് തോന്നുന്നു. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഇതിന് ഇൻസ്പിറേഷൻസ് അങ്ങനെ സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞ അതിൽ രമ്യയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന കോമണായിട്ട് അറിയുന്ന ഒരാളെ സാൻഡ്രയാണ്. നമുക്ക് സാൻഡ്രയെ പിടിക്കാൻ. അപ്പോൾ ഞങ്ങൾ സാൻഡ്രയോടും പറഞ്ഞു, സാൻഡ്ര ഒരു പണി വരുന്നുണ്ട്. അപ്പോൾ സാൻഡ്ര അതൊരു സ്പോർട്ടി സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു. അപ്പോൾ സാൻഡ്ര ഇതൊരു സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അപ്പോൾ സാൻഡ്ര എന്നോട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നെ കുറച്ച് നെഗറ്റീവായിട്ടാണ് കണ്ടിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റും ഉള്ള പല ആളുകളുടെ സിറ്റുവേഷൻസിൻ്റെ ഒക്കെ റെഫറൻസ് വരും. പക്ഷെ അത് എന്താ പറയണ്ടത്, നമുക്ക് ആ കഥ എഫക്റ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. എഴുതുമ്പോൾ ഉണ്ടായിരുന്ന വല്ല വെല്ലുവിളി ഉണ്ട്? അങ്ങനെ തന്നെ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവരിക എന്നുള്ളത് മനഃപൂർവ്വം നടത്തിയൊരു ശ്രമമാണോ അതോ എഴുതുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്? എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഞാൻ ഈ എല്ലാ എഴുത്തിലും, ഈ പെർട്ടിക്കുലർ ഒരു ക്യാരക്ടറിലല്ല, എല്ലാത്തിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, നല്ല കാര്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ഫ്രഷ് ആണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബാഗേജും ഇല്ല, പേരില്ല, പ്രശസ്തി ഇല്ല, എഴുത്തുകാരിയല്ല. അപ്പോൾ അത് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്തായിരിക്കും, മറ്റേ സിനിമ ഇതുപോലെ ആയില്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഫ്രീഡമാണ് എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ചിന്തിക്കാനും ക്യാരക്ടേഴ്സിനെ എൻ്റെ ഇഷ്ടത്തിന് എഴുതാനും ഉള്ളൊരു ഇൻസ്പിറേഷൻ അതാണ്. അതെ. അതിലെ അഭിനയ എന്ന് പറഞ്ഞ കഥാപാത്രം ലിജോ മോള് ചെയ്തിട്ടുള്ള അത് സത്യം പറഞ്ഞാൽ ലിജോ എടുത്തതും ഒരു ധൈര്യം തന്നെയാണ്.
കാരണം ഇമേജിനെയൊക്കെ ഭയക്കാതെ വന്നിട്ടുള്ള ഒരു അങ്ങനെ ഒരു കഥാപാത്രം എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നതെന്നുള്ളതാണ്. അത് ആ ഒരു കാഴ്ചപ്പാടിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം നടത്തിയ ഒരു ശ്രമമാണോ? മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു ത്രെഡായിരുന്നു ഇത്. ഞങ്ങളതിൻ്റെ പല വേർഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വേറെ രീതിയിൽ നമ്മൾ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു രീതിയിൽ ഞാൻ കഥ പറഞ്ഞപ്പോൾ ലിജിൻ പറഞ്ഞു ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന രീതിയിൽ പറഞ്ഞു. ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളത് മടിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകൾക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളാവാം. ഇപ്പം അതൊരു കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പല സിനിമകളിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന്ന് അയ്യേ എന്നുള്ളതിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഇപ്പോൾ വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും ഓപ്പണായിട്ട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ന രീതിയിലാണ് നമ്മളതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുള്ളൂ. അത് തീരെ അങ്ങനെ മാറ്റിക്കളയേണ്ട ഒരു സംഭവമല്ല. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും എന്ന രീതിയിലാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചത്. അപ്പോൾ ലിജോനോട് പറഞ്ഞപ്പോൾ ലിജോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു അല്ലേ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. അതെ ലിജോന് ഒരു കൺസേണും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. ഇതുപോലെ തന്നെ ഈ ഇപ്പം അർച്ചന പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുറേ സാധനങ്ങൾ ടാബുവാണ് ഇപ്പോഴും. ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ള സാധനങ്ങൾ ഭയങ്കര ടാബുവാണ്. അതായത് നമുക്ക് ഒരു സ്ത്രീയുടെ പീരീഡ്സിനെ കുറിച്ചിട്ട് സിനിമയിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ അത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പം എനിക്കൊന്നും ജോർജ് സാറിന്റെ സിനിമ ആദാമിന്റെ ഭാര്യയിലേക്ക് അതിനെ കുറിച്ചിട്ട് വളരെ നാച്ചുറലി സംസാരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സിനിമയിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സംഭവമില്ല. അല്ലെങ്കിൽ ഈവൻ ഒരു സെക്സ് ലൈഫ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. പക്ഷെ പണ്ടത്തെ സിനിമകളിൽ അത് എത്ര നാച്ചുറൽ ആണ്. അങ്ങനെയാണ് ഒരു സാധാരണ വീട്ടിൽ നടക്കാൻ നമുക്കത് കാണുമ്പോൾ തോന്നും. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതൊക്കെ നമ്മുടെ സിനിമയിൽ മറ്റേ കാണിച്ചു കൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സംസാരിച്ചു കൂടാൻ പാടില്ലാത്ത മറ്റേ സാധനങ്ങളായി മാറി. അപ്പൊ അത് അങ്ങനെ ഒരു ടാബു എന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അർച്ചന സാധനം അതിലത് വളരെ നാച്ചുറലായിട്ട് അത് പറയാൻ വേണ്ടി എന്നുള്ള രീതിയിലല്ല, വളരെ നാച്ചുറലായിട്ട് അതിൽ ആ ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ അപ്പം വൈ നോട്ട്, അത് നമുക്ക് പറയാൻ രസം ഉണ്ടാവും. പിന്നെ അത് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ആ സ്റ്റോറി സ്ട്രക്ചർ ചെയ്തേക്കുന്ന ഒരു രീതിയാണ്. അത് കുറച്ച് നോൺ ലീനിയർ ആയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനതുകൊണ്ട് പറയും, ഇപ്പോൾ ആന്തോളജി എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിന് ബ്രേക്ക് ചെയ്യാൻ നല്ലതാണ്. ഒരു വൺ ഡേ നടക്കുന്ന കഥയല്ല. ആ കഥ ഓരോ പീരീഡ് ഓഫ് ലൈക്ക് 2-3 ഇയേഴ്സ് നടക്കുന്ന ഒരു കഥയായിട്ടാണ് അത് വരുന്നത്. പിന്നെ അതിൻ്റെ നരേറ്റീവ് വന്നേക്കുന്നതും നോൺ ലീനിയർ ആയിട്ട് ഫ്ലാഷ് ബാക്സും പ്രസന്റും ഒക്കെ വരുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ ആ സ്ട്രക്ചർ ചെയ്തേക്കുന്ന രീതി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു എലമെന്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തിലൊരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ നടിമാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണല്ലോ. അപ്പം ഇപ്പം രുചിയായിട്ട് പാർവതി മതി, അല്ലെങ്കിൽ അഭിനയമായിട്ട് ലിജോ മോള് മതി എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ്? രണ്ടുപേരും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമാണോ അതോ കാസ്റ്റിംഗ് ഡയറക്ടറുടെ തീരുമാനമായിരുന്നോ? അത് യോജിച്ചു വന്നോ എന്നുള്ളതാണ്. കഥ പറയുമ്പോ തന്നെ ഇങ്ങനെ ഇന്ന കാസ്റ്റ് ആയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് നമ്മളിപ്പോ അവസാനം വന്നേക്കുന്ന കാസ്റ്റിംഗ് അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മൾ അനീഷിനോട് ഇത് പിച്ച് ചെയ്യുമ്പോൾ അനീഷിനോട് പറഞ്ഞിരുന്നു, ഇതിൽ ഉർവശി മാമിന്റെ ക്യാരക്ടറിന് നമുക്ക് വേറെ റീപ്ലേസ്മെന്റ് ഇല്ല, മറ്റേതൊക്കെ വേണമെങ്കിൽ നമുക്ക് പുതിയ ആൾക്കാരെയോ ഒക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ അപ്പൊ അത് അനീഷാണ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞല്ല, നമുക്ക് എല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ചിട്ട് നമുക്ക്. ആ തെരഞ്ഞെടുപ്പും ഗംഭീരം തന്നെയായിരുന്നു. കാരണം അത് പറയാതെ വയ്യല്ലോ. കാരണം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മികച്ച നടിമാരെയാണ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെല്ലാരും അത് കഥ ഫസ്റ്റ് നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു. ആകെ എനിക്കൊന്ന് രമ്യക്ക് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാനിത് വേണോ ഞാൻ ചെയ്ത് നന്നാവോ വേണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം രമ്യയോട് നമ്മൾ പറഞ്ഞില്ല, രണ്ട് കണ്ണടച്ച് ചെയ്തോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ആക്ച്വലി ഷൂട്ടിന് വന്നതിന് ശേഷം രമ്യ പക്ഷെ ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് രമ്യ അത് പെർഫോം ചെയ്തിരുന്നത്. ഫ്രൈഡേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇപ്പം ഫ്രൈഡേയും ലോ പോയിന്റും കഴിഞ്ഞ് ഇപ്പം ഹെറിലേക്ക് എത്തി നിൽക്കുമ്പം നമുക്ക് സംവിധായകന്റെ വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക്. എന്താണ് ലിജിന് തോന്നിയിട്ടുള്ളത്? എനിക്കറിയില്ല, സത്യത്തിൽ അങ്ങനെ എനിക്കങ്ങനെ വലിയ പ്രകടമായിട്ടുള്ള വലിയ വളർച്ചയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് എനിക്ക് തിരിഞ്ഞു പോയിട്ട് ഒന്നുകൂടെ കാണാനുള്ള ധൈര്യവും ക്ഷമയില്ലാത്ത ആളാണ് ഞാൻ. കാരണം എനിക്ക് അത്രയും പോലും സ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ ഹെയർ ആണെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് പാർവതിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ലിജിൻ യു ക്യാൻ ബി പ്രൗഡ്, യു ക്യാൻ ബി ഹാപ്പി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു പ്രശ്നമായിരിക്കും. എനിക്കെന്തോ ഇപ്പോൾ ഫ്രൈഡേ ആണെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നില്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല, ടി വി വരുമ്പോൾ ഞാൻ കാണാതിരിക്കില്ല. പക്ഷെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ബെറ്ററായിട്ട് ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു തോട്ടാണ് എപ്പോഴും വരിക എനിക്ക്. ഇപ്പം ഹെയറിൻ്റെ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ പിന്നീട് അതിൻ്റെ പോർഷൻസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഇപ്പോൾ പ്രിവ്യൂവിനൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ആസ് എ ഡയറക്ടർ ഐ ഡോണ്ട് നോ, ബട്ട് ഐ വാണ്ട് ടു, ഐ എം ട്രൈങ് ടു.
എന്നാലും ഹെർ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു പൊതുവെ ആളുകളുടെ ഒരു അഭിപ്രായങ്ങളും ഒക്കെ കിട്ടുമ്പോ എന്താണ് തോന്നിയത്? ഇല്ല, സന്തോഷം തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഇന്ന പോയിന്റ്സിൽ ഇന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവണം എന്നുള്ളത് നമ്മളൊരു കാൽക്കുലേഷനിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ സ്കോറിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതിൽ തിയേറ്ററിലെ ആൾക്കാർ കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രിവ്യൂവിന് തിയേറ്ററിൽ കണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനത്തെ റെസ്പോൺസസ് കിട്ടുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് നമുക്ക് ആ രീതിയിലുള്ള ഒരു അഷുറൻസ് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഹാപ്പിയാണ്. പിന്നെ ഇപ്പം അതിന് ശേഷമാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള റൈറ്റപ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമ്മൾ എവിഡൻ്റായിട്ട് അല്ലാതെ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ആളുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. ചിലത് നമ്മൾ ഉദ്ദേശിക്കാത്തതും ആൾക്കാർ അങ്ങനെ കണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സ്പേസ് കാണുന്നവർക്ക് അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സന്തോഷമുള്ള കാര്യമാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും രണ്ടുപേരും വിയോജിക്കുകയും യോജിക്കുകയും ചെയ്ത ഇടങ്ങൾ ഏതൊക്കെയാണ്? അതായത് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് യോജിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ, യോജിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാനത് പറഞ്ഞു, ഇപ്പൊ നമ്മളിങ്ങനെ വി ഹാപ്പിലി എഗ്രി ടു ഡിസഗ്രി എന്നുള്ള ടേംസിലാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു, പല ക്രിയേറ്റീവ് കോഴ്സിന്റെ കാര്യത്തിലൊക്കെ. അപ്പം പിന്നെ ചില സമയത്ത് മറ്റേ ഞാൻ ഡയറക്ടറാണ്, ഞാൻ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിറ്റക്ടർഷിപ്പ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ ചെയ്യും. എങ്ങനെയായിരുന്നു അർച്ചനയുടെ ഒരു എക്സ്പീരിയൻസ്? ലേണിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്ന ഒരു പുതിയ ആൾക്ക് അവരുടെ ഒരു സ്ക്രിപ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കറേജ് വേണം. അത് ലിജൻ ചെയ്തു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര എപ്പോഴും ഗ്രേറ്റ്ഫുൾ. പക്ഷെ അതിനുശേഷം ഇപ്പം ഓരോ സ്റ്റേജിലും ഞാൻ ഷൂട്ട് നടക്കുന്ന സമയത്തെല്ലാം എന്താ നടക്കുന്നത് എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ എപ്പോഴും സെറ്റിലുണ്ടാവും. അത് കുറച്ച് അനോയിങ് ഒക്കെ ആയിട്ട് പോയിണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ആലോചിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവുമായിരുന്നു. കാരണം അതൊരു രസമായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പം ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. കുറച്ചെണ്ണത്തിനൊക്കെ കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ ദേഷ്യം വരും, ഇപ്പം ചോദിക്കാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങളൊന്നും നമുക്ക് അറിയില്ല. കാരണം ഞാൻ അസിസ്റ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ സ്റ്റേജിലും അതൊരു ലേണിംഗ് ആയിരുന്നു. ഇപ്പോഴും ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴും ആൾക്കാരുടെ റെസ്പോൺസസ് എങ്ങനെയാണെന്നൊക്കെ വരുമ്പോഴും ഒരു മേജറായിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് ഈ സിനിമ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എപ്പിസോഡ് ഉർവശി ചേച്ചിയുടെ എപ്പിസോഡാണ്. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അർച്ചന എനിക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കാര്യം ഇത് ഇങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച ശാന്ത ഇങ്ങനെയല്ല, എന്റെ ശാന്ത ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം, എന്റെ ശാന്ത ഇങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സി ദിസ് വർക്ക്സ്, ഇറ്റ് വിൽ വർക്ക്, ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് ചെയ്ത സമയത്ത് അർച്ചന എൻ്റെ അടുത്ത് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. അപ്പൊ ഞാൻ അർച്ചനെ കുറ്റം പറയുന്നില്ല, പക്ഷെ അർച്ചന കൺസീവ് ചെയ്ത ഒരു മീറ്റർ ഉണ്ട്. പക്ഷെ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അത് സ്ക്രിപ്റ്റ് നമ്മുടെ അവിടെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാൻ അല്ലെങ്കിൽ അവിടെ പെർഫോം ചെയ്യാൻ വരുന്ന ആക്ടേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ആർട്ട് ഡയറക്ടർ, അതിന് പിന്നീട് സ്കോർ ചെയ്യാൻ പോകുന്ന മ്യൂസിക് ഡയറക്ടർ, അതിൻ്റെ എഡിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് ജസ്റ്റ് അനദർ കോമ്പോണൻറ്റ്. അത് മാത്രമാണ് സ്ക്രിപ്റ്റും അതിലുള്ള സാധനങ്ങളും. സോ അത് നമ്മൾ ആക്ടേഴ്സിന് കൊടുക്കുക, ലെറ്റ് ദം ഡു ഇറ്റ് ദെയർ വേ. അപ്പം എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു പ്രോസസ് ആയിരുന്നു. നമ്മൾ ആലോചിച്ചതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഉർവശി ചേച്ചിയും പ്രതാപ് സാറും കൂടെ അത് വർക്ക് ചെയ്യുന്നുള്ളത്. ഐ വാസ് എൻജോയിങ് ദറ്റ് പ്രോസസ് ബിക്കോസ് ഐ കുഡ് സീ ദ എഡിറ്റ് അത് ചെയ്തു വരുമ്പോൾ. പക്ഷെ അർച്ചന മേ ബി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് അർച്ചന മനസ്സിലൊരു സാധനം ഫിക്സ്ഡ് ആണ്. അത് എളുപ്പമല്ല, അത് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ എഴുതുമ്പോൾ ഒരു സാധനം ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി പക്ഷെ ഞാൻ അർച്ചനോട് പറയും, സി ദിസ് ഇസ് എൻ ഓർഗാനിക് തിങ്, ലെറ്റ് ഇറ്റ് ഗ്രോ, അതിൽ പിടിച്ചു നിൽക്കാതെ എന്ന് പറയായിരുന്നു. അപ്പം അത് അങ്ങനത്തെ അതൊരു ഭയങ്കര ഡിസഗ്രിമെന്റ് ആയിരുന്നു. എനിക്കൊന്ന് ആ ഒരു സമയത്ത് അർച്ചന ഷി വാസ് മാഡ് അറ്റ് മീ എന്ന് പറയാം. പക്ഷെ യോജിച്ച ഇടങ്ങൾ, അതായത് വളരെയധികം ഇപ്പം അർച്ചന എഴുതി വെച്ചൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സീൻ അത് കാണുമ്പം ഇതായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞു വരുന്നത്. ഡെഫിനറ്റ്ലി കുറെ ഇപ്പോ ഉറുമ്പ് ആ സെഗ്മെന്റിലൊക്കെ കുറെ കാര്യങ്ങൾ ഇപ്പൊ അതിൽ ഡയലോഗ്സ് അധികം ഇല്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കൂടുതലും അഭിനയത്തിലൂടെ അത് കാണിക്കാൻ എന്നുള്ളതായിരുന്നു നമ്മൾ ആലോചിച്ചോണ്ടുണ്ടായിരുന്നത്. പിന്നെ ഐശ്വര്യക്ക് മലയാളം പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറെ ഡയലോഗ്സ് മാറ്റി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഫോൺ കോൺവെർസേഷൻസ് ഒക്കെ ചുരുക്കി ചെറുതാക്കിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അവിടെയൊക്കെ നമ്മൾ യോജിച്ചിരുന്നു ഇല്ലേ? അതൊക്കെ കുറെ അല്ല യോജിച്ചേരിപ്പം അതില് തുടക്കത്തിലും അവസാനത്തിലും ഇത് വരുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പൊ അത്
നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്താൽ ഇറ്റ് ഷുഡ് ബി ഒരു ഫുൾ ഒരു കണക്റ്റിംഗ് ഒരു കോൺവെർസേഷൻ ആയിട്ട് വരണം എന്നൊക്കെയുള്ള പോലത്തെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരുമിച്ചെടുത്ത ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ പറഞ്ഞാൽ കുറുമ്പിൽ തുടങ്ങിയിട്ട് നമുക്ക് കുറുമ്പിൽ തീർക്കണം എന്നുള്ള ഒരു സാധനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ യോജിച്ചിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ. അതെ. പിന്നെ എത്ര പേര് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ലിജൻ എന്നോട് അത് കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഈ 5 കഥകളും ഹൈപ്പർ ലിങ്ക് മോഡിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചിരുന്ന ഒരു ആസ്പെക്ട് ടൈമാണ്, സമയം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റ് നോക്കുമ്പോൾ അവിടെയും സമയമാണ്. ആ സമയത്തിനുള്ളിൽ അവർക്ക് എത്തണം. എത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടാണ്. അതിന്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളും ഉറുമ്പുകൾ എന്ന് പറയുന്നത് മെറ്റഫർ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഒക്കെ ഇതിന്റെ എല്ലാത്തിനെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സമയമായിരുന്നു. അടുത്ത സെഗ്മെന്റിലും അതെ, ലേറ്റ് മോട്ടീവ്സ് എന്ന് പറയുന്നത് ഇതാണ് എല്ലാത്തിലും. ഇപ്പൊ ലിജോന്റെ സെഗ്മെന്റിലായാലും ഉർവശി മാമിന്റെ കുറേം കൂടെ വിസിബിൾ ആണ്, അബ്സ്ട്രാക്ട് അല്ല സമയം എന്ന് പറയുന്നത്. ക്ലോക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. ലിജോന്റെ സെഗ്മെന്റിൽ 2 രീതിയിലും കാണാം, അബ്സ്ട്രാക്ട് ആയിട്ടും കാണാം, അല്ലാതെയും കാണാം. എൻഡിലും പാർവതിയ ഓടിയെത്തുന്ന അത് സമയം ആ പെർട്ടിക്കുലർ ടൈമിൽ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ലൈക്ക് ഫസ്റ്റ് സെഗ്മെന്റ്. അപ്പൊ അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഒരു ഹൈപ്പർ ലിങ്ക് ആസ്പെക്ട്. അത് അവിടെയൊക്കെ നമുക്ക് യോജിപ്പുണ്ടായിരുന്നു. അബ്സ്ട്രാക്ട് ലെവലിൽ ഗോവിന്ദ് വസന്ത എന്നുള്ളത് ലിജിന്റെ തീരുമാനമായിരുന്നോ? അല്ല, ഗോവിന്ദ് വസന്ത എന്നുള്ളത് അനീഷിന്റെ സജഷൻ ആയിരുന്നു ആക്ച്വലി. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഉറുമ്പിൻ്റെ സെഗ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് എന്നോട് ഇതിങ്ങനെ മ്യൂസിക്കിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, അനീഷ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യേണ്ട ഒരു ഏരിയ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ ഈ ഐശ്വര്യയുടെ സെഗ്മെൻറ്റിലാണ്. കാര്യം അതിൽ ഉറുമ്പ് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മ്യൂസിക്കിലേക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് നമുക്ക് അത് കിട്ടാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ലിജിൻ്റെ മനസ്സിൽ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഈ വയലിനൊക്കെ ചില സൗണ്ട്, ചില ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൗണ്ടുകൾ, ചില സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ. അപ്പോൾ വയലിൻ എന്ന് പറഞ്ഞ ഉടനെ അനീഷ് പറഞ്ഞു, അപ്പോൾ ഗോവിന്ദിനെ വിളിക്കാം, ഗോവിന്ദ് വയലിൻ്റെ ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗോവിന്ദായിട്ടുള്ള ഫസ്റ്റ് മീറ്റിങ്ങിന് ഇത് നടച്ചിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. ഞാനും അനീഷും കൂടെയാണ് ഗോവിന്ദിനെ ഇവിടെ കൊച്ചിയിൽ വെച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ഗോവിന്ദിനോട് ആദ്യം പറഞ്ഞ ഒരു സാധനം ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ മറ്റേ നമ്മൾ ഈ ബ്ലാക്ക് ബോർഡിലൊക്കെ ഇങ്ങനെ വിരലുകൊണ്ട് ഇതാക്കുമ്പോൾ കേൾക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ മ്യൂസിക്കലി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനം ആ സെഗ്മെൻറ്റിൽ വേണം എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ അത് ഗോവിന്ദ് നോക്കാം, ഞാനൊരു പരിപാടി ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഒരു സാധനം ചെയ്തിട്ട് അയച്ചു തന്നു. അത് കറക്റ്റ് സാധനമായിരുന്നു അത്. അപ്പോൾ പറഞ്ഞു, ഇതാണ് ഈ പരിപാടി, ഇതാണ്. പിന്നെ ഉള്ളതൊക്കെ പിന്നെ പക്ഷേ ഗോവിന്ദ് കുറേ ടൈം എടുത്തു. ഗോവിന്ദ് ഇങ്ങനെ ഒരുപാട് ഷോസും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഗോവിന്ദിനെ നമുക്കിങ്ങനെ സൗകര്യത്തിന് കിട്ടാൻ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഗോവിന്ദൻ്റെ ഒരു മൊത്തം പടത്തിൻ്റെ ഒരു സോള് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ആ പരിപാടിയിൽ. മൂവി മികച്ചതെന്ന് പറയുമ്പം അതോടെ ഡെഫിനറ്റ്ലി അതുമായിട്ട് ഭയങ്കര ഇന്റഗ്രൽ ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഭയങ്കര ഓവർ പവറിംഗ് ആയിട്ടുള്ള മ്യൂസിക്കും അല്ല. ഇപ്പം സിനിമ സ്ക്രീനിൽ കണ്ടപ്പോഴേ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആളെന്ന നിലയിൽ എന്താണ് തോന്നിയത്? പാടിയും എന്റെ കഥാപാത്രങ്ങളൊക്കെ കൃത്യമായി സ്ക്രീനിൽ എത്തി, ചിരിച്ച് കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെന്നെ പറ്റി എല്ലാരും പറയുന്ന ഒരു അതെ, ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് അതെ. പിന്നെ നമുക്ക് ഇപ്പൊ എഴുത്തില് ഞാൻ പറയാം, എനിക്ക് കുറേ ഭാഗങ്ങൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രീഡം എടുത്ത് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ വളരെ കെയർലെസ് ആയിരുന്നു എന്നെനിക്ക് കാണുമ്പോൾ തോന്നി. ഇങ്ങനെ അല്ലാതെയും കൂടെ എഴുതിയിരുന്നിരിക്കാം, അത് തോന്നി. ഇനി എഴുതുമ്പോൾ ഇനി നെക്സ്റ്റ് സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഓവറോൾ വിഷ്വലി ഇറ്റ് വർക്ക്സ്. അവിടെ പിന്നെ സ്ക്രിപ്റ്റ് ആദ്യമേ കിട്ടിയത് കൊണ്ട് പിന്നെ എങ്ങനെയെന്ന് ചോദിക്കാനുള്ള ചോദ്യം. എന്നാലും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ സിനിമ സ്ക്രീനിൽ കണ്ടപ്പം നിങ്ങളുടെ ഈ ഒരു യോജിപ്പൊക്കെ കഴിഞ്ഞ് സ്ക്രീനിൽ എത്തിയപ്പോൾ എന്താ തോന്നിയത്? അല്ല, ഞാൻ ഈ പറഞ്ഞ എൻ്റെ ബേസിക് പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. ബേസിക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഡെഫിനറ്റ്ലി കുറേ കൂടെ ഒരു ബെറ്റർ പരിപാടി ആക്കായിരുന്നു ഓവറോൾ എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഇപ്പം അനീഷ് ഈ പറഞ്ഞ പോലെ എൻ്റെ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഫീഡ്ബാക്സ് ഒക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം അനീഷ് ഇങ്ങനെ ഒരു ദിവസം വിളിച്ച് ഭയങ്കര
നല്ല അഭിപ്രായങ്ങളൊക്കെ പലരും പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറഞ്ഞില്ല, ഇതിന് നമ്മളിത് 28 ദിവസം കൊണ്ട് ഒരു പരിപാടി ചെയ്തല്ല, അതിൽ ഇത്രയൊക്കെ വന്നില്ലേ. അപ്പൊ ഞാനും ബേസിക്കലി അർച്ചനോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഗോഡ് ഫാദർ 2 ഒന്നും അല്ല എടുത്തേക്കുന്നത്. അപ്പൊ അതിനുള്ള റിവാർഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലെയിമും ഇല്ല. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു പരിപാടി ഇത് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള ഒരു ക്ലെയിമും ഇല്ല. നമുക്ക് ഈ പറഞ്ഞ ലിമിറ്റഡ് ഒരു ടൈമിനുള്ളിൽ ലിമിറ്റഡ് റിസോഴ്സസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്. അതിന് എന്തെങ്കിലും വെർച്വലായിട്ട് അതിൽ ഉണ്ടെന്ന് ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാർ അതിൽ കുറച്ചെങ്കിലൊക്കെ അതിനെ എൻഗേജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. നത്തിങ് മോർ ദാൻ ദാറ്റ് ആക്ച്വലി. ഓരോ കഥകളും അതാണ് അതിനകത്ത് കണ്ടിട്ടുള്ള ഞാൻ കണ്ട ഒരു പ്രത്യേകത. അത് തമ്മിൽ ബന്ധിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു ശ്രമം. തീർച്ചയായിട്ടും അതിൻ്റെ അഭിനന്ദനം സ്ക്രിപ്റ്റ് റൈറ്റർക്കുള്ളതാണ്. അത് സംവിധായകനിലേക്ക് എത്തുമ്പോൾ എഴുതുന്ന ആൾക്കത് എഴുതി കഴിഞ്ഞു, പക്ഷെ നമുക്കത് ഒരു സീനാവുകയാണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കണക്ഷൻ കൊണ്ടുവന്നത്? ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കും പിന്നെ അതേപോലെ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പോസ്റ്റുകളും റിവ്യൂസിലൊക്കെ വന്ന ഒരു സാധനം, ഇതിനെ ഫൈനലി വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ വേറെ ഒരു 2-3 കഥകൾ കഴിഞ്ഞു, ഇനി ഇതെന്താന്ന് ചോദിച്ചു ഫൈനലി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്നതിൽ അതിനൊരു പേ ഓഫ് ഉണ്ട്. പിന്നെ അതിന്റെ ഫൈനലി എൻഡിലേക്ക് വരുമ്പോഴുള്ള ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു സാധനം, ഇതൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്കും അതിനൊന്ന് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ കഥകളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇതിൽ അവരുടെ പാത്ത് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ഒരു ഫിസിക്കൽ ഒരു സാധനത്തിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ ഇതില്ല. അപ്പം എനിക്കത് ചെയ്ത സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആലോചിച്ച ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ അവിടെ നമ്മുടെ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ആളുടെ മറ്റേ ഒരു ജ്യൂസ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഉർവശി മാമും പ്രതാപ് സാർ ഇരിക്കുമ്പോൾ പുള്ളി വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടുന്നല്ലേ നിങ്ങളുടെ പ്രേമവും അതിൻ്റെ തുടക്കമൊക്കെ ഇവിടുന്നാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതേ സ്പേസിലാണ് അപ്പുറത്ത് പാർവതി വന്നിട്ട് ടച്ച് ചെയ്ത് പോകുന്നത്. വിച്ച് മീൻസ് അത് ഇപ്പോഴും അങ്ങനെ ഒരു സ്പേസാണ്. അവര് ഇപ്പോഴത്തെ പ്രസന്റ് ഡേയിലെ ലവേഴ്സാണ്. അവരുടെ സ്പേസും ആ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെർട്ടിലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ആലോചിച്ച സാധനങ്ങളാണ്. പിന്നെ അത് എവിഡൻ്റ് ആക്കേണ്ടതെന്ന് തോന്നി. ഇപ്പോൾ അത് വേണമെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു മെൻഷൻ ഇവരുടെ ഒരു കോളിൽ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എവിഡൻ്റ് ആക്കും. പക്ഷേ അത്തരം കുറച്ച് എന്താ പറയണ്ടേ സെർട്ടിലായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേരെങ്കിലൊക്കെ അതൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിനകത്ത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും നടിമാരെ തെരഞ്ഞെടുക്കുമ്പോഴതാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന ആൾക്ക് പാർവതി രുചിയെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് തന്നെ പറയായിരുന്നോ, അതോ മൊത്തം സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വായിച്ചിട്ട് അവര് പിന്നീട് നമുക്ക് ആ കഥാപാത്രമാണ് അല്ലെങ്കിൽ ഈ കഥാപാത്രമാണ് നല്ലത് എന്നൊരു തെരഞ്ഞെടുപ്പ്, അതിനൊരു സ്പേസ് പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കഥകൾ അറിയാം. എനിക്കത് ഉർവശി ചേച്ചി മാത്രമാണ് മുഴുവൻ അങ്ങനെ വായിക്കുന്നത്. ബാക്കി എല്ലാവർക്കും മറ്റു കഥകളൊക്കെ അറിയാം. പക്ഷെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സിനിമ ഒന്നിച്ച് പിന്നെ കാണുമ്പോഴാണ് അവർ എല്ലാം ഫിനിഷ് ചെയ്ത് കണ്ടത്. അല്ല അതിന്റെ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇല്ല, നമ്മളിത് എല്ലാം ഇപ്പൊ ലിജോയുടെ അടുത്ത് അഭിനയ തന്നെയാണ് നമ്മൾ പിച്ച് ചെയ്തിട്ടുള്ളത്, പാർവതിയുടെ അടുത്ത് രുചി തന്നെയാണ്. പക്ഷെ ഇവരുടെ ഓരോരുത്തരുടെയും ഈ ക്യാരക്ടറിനോടുള്ള അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അത് നമുക്ക് പേഴ്സണലി ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. കാരണം പാർവതിക്കാണെങ്കിൽ മറ്റേ രുചി ഏത് പെർഫ്യൂം ആയിരിക്കും ഇടുക എന്ന് വരെ ചോദിക്കും. അതിൽ പെർഫ്യൂം കാണിക്കുന്നില്ല. കാരണം അത്രയും ഡീറ്റെയിൽ അവരുടെ ഒരു ബാക്ക് ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പാർവതിയുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. രമ്യ എനിക്കൊന്ന് കുറേം കൂടി അവിടെ വന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്യാണ്. നമ്മൾ ഈ മീറ്റർ കൂട്ടണോ കുറയ്ക്കണോ ഇങ്ങനെയാണോ എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ പാർവതി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തു പോവുകയായി. അപ്പോൾ ആ രീതിയിൽ ഇവരൊക്കെ ഓരോ ആക്ടറും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി അതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ഉർവശി ചേച്ചി വേറെ എൻ്റെ ഡിഫറെന്റ് വേറൊരു പരിപാടിയാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമോ, വൈ നോട്ട് അല്ല. അതുപോലെയുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഫോൺ ചെയ്ത് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി എന്ന് പറയുന്നതൊക്കെ എത്ര ഗ്രേറ്റ് ആണ്. അതും ഒരു ലേണിംഗ് ആണ്. നമ്മൾ ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും സ്റ്റേ ഹംബിൾ എന്നുള്ളതൊക്കെ അതും കൂടി ഒരു പാഠമാണ് ഇവരുടെ അടുത്ത് നിന്നൊക്കെ. ആ ഒരു രീതിയിലേക്ക് ഇറങ്ങി
ആ സമയത്തും ഷൂട്ടിന്റെ സമയത്തും ഇത് ഓക്കെ അല്ലേ ലിജിൻ, ഇത് അങ്ങനെയല്ലേ നിങ്ങൾ ആലോചിച്ചത്, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതും പിന്നെ മണ്ടത്തരം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും പറയും. ഇടയ്ക്ക് നമ്മുടെ അഹങ്കാരത്തിന് നമുക്ക് അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ അപ്പൊ ഇത് നിങ്ങൾ വെക്കത്തില്ല കേട്ടോ, യൂസ് ചെയ്യാൻ പോണില്ല. അപ്പൊ ചേച്ചിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ പ്രതാപ് സാർ ഇത് എന്തിനാ ഇത് എടുക്കുന്നത്? അപ്പൊ ഞാൻ അല്ല സാർ ഇരുന്നോട്ടെ ഒരു ഷോട്ട്, എഡിറ്റർക്ക് വേണമെങ്കിലോ, എഡിറ്റർക്ക് അതിന്റെ ആവശ്യമൊന്നും വരില്ല. കാരണം അവരെന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കറിയാം. നമ്മൾ നമ്മുടെ ഒരു ഓക്കെ ഒരു ഷോട്ട് എടുത്ത് വെച്ച സേഫ്റ്റിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാമല്ലോ. പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര എന്താ പറയണ്ട ക്ലാരിറ്റി ഉണ്ട് എന്താ അവർ ചെയ്യുന്നത്. പ്രതാപ് പോത്തൻ എന്ന് പറയുന്നതും മുൻകൂട്ടി തീരുമാനിച്ചു തന്നെ. അതെ അതെ, അത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അതിൽ രണ്ടില് നമുക്ക് വേറെ ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. നമ്മളവർക്കൊരു ചോയ്സ് കൊടുത്തിട്ടില്ല, നോ പറയാൻ ഒരു ചോയ്സ് കൊടുത്തിട്ടില്ല. ഇതാണ് സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്തത്. കാരണം അവര് നോ പറയുന്ന നമുക്ക് തോന്നിയിട്ടില്ല. അവസാനത്തെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് ഒരു 2 വീക്സ് അല്ല 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് വേറെ ഷൂട്ട് സാറ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഡബ് ചെയ്യുന്നതിന് മുമ്പ് സാറ്, പക്ഷെ അവർ രണ്ടുപേരും അത് പിന്നെ അവര് രണ്ടുപേരുടെയും നാച്ചുറലി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ സജസ്റ്റ് ചെയ്തത് പരസ്പരം. പ്രതാപ് സാറിന്റെ അടുത്ത് പറയുമ്പോൾ ഉർവശി ആണ് നന്നായിരിക്കും എന്നും, ഉർവശി സാറിനോട് പറയുമ്പോൾ പ്രതാപേട്ടനെ കിട്ടുമെന്ന് നോക്കുന്നു അവര് രണ്ടുപേരും ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ഒരു കപ്പിളായിട്ട് അതിന് മുമ്പ് ഓൺ സ്ക്രീൻ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും അതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രതാപ് സാറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉർവശി ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് ചേച്ചി അത് ഭയങ്കരമായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അങ്ങനെ ദേഷ്യം വരും. പക്ഷെ ഭയങ്കര രസം, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ആക്ച്വലി. എല്ലാവരുമായിട്ടും അവിടെ സെറ്റിൽ എല്ലാവരുമായിട്ടും ഭയങ്കര രസമായിട്ടാണ്. ഈ ലിജോയുടെ കഥാപാത്രം അവർക്ക് കേട്ടപ്പോ തന്നെ ഓക്കെ ആയിരുന്നോ? ഞാൻ ചെയ്യാൻ ഓക്കെ ആയിരുന്നു അല്ലെ? ലിജോ ഫസ്റ്റ് തന്നെ, ലിജിനാണ് കഥ പറഞ്ഞത്, പിന്നെ സ്ക്രിപ്റ്റ് കൊടുത്തു, ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പോയി കണ്ടു. ലിജോ ഓക്കെ ആയിരുന്നു. ലിജോയ്ക്ക് അങ്ങനെ, ലിജോ എനിക്ക് ഭയങ്കര എന്താ പറയണ്ട ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമുക്കത് അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലിജോയിലേക്ക് അത് എത്തുന്നത്. വേറെ അതല്ലാതെ നമ്മളിവർ ഓൺ സ്ക്രീൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളത് ചെയ്ത് ചിലപ്പോൾ അതിന് അത്ര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ഫ്രം ലിജോ, അതാണ് എനിക്ക് തോന്നുന്നത് അതിലെ ആ ഒരു ഇത്രയും അതിനൊരു ഇത്ര എഫക്റ്റീവ് ആകാനുള്ളൊരു കാരണം. KG ജോർജിനെ കുറിച്ചിട്ടൊരു ഡോക്യുമെന്ററി ചെയ്തല്ലോ. KG ജോർജ് എന്നത് ഒരു തെരഞ്ഞെടുപ്പായിരുന്നോ? അങ്ങനെ ഒരു ഡോക്യുമെന്ററി ലിജിന്റെ അടുത്തേക്ക് എത്തുമായിരുന്നു ചെയ്യാന്നുള്ളത്? ഡോക്യുമെന്ററി ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാറിനെ അന്ന് ഈ ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സാറിന് ഇഷ്ടപ്പെട്ട ആ സമയത്ത് ഇറങ്ങിയതിൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞിട്ട് സാർ ഒരു ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിനുശേഷം സാറിനെ മീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. പിന്നെ കുറച്ച് 2-3 റീസൺസ് ഉണ്ട്. ഞാനിതിങ്ങനെ ആ സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ മാസ് കോം ചെയ്യുന്ന കുട്ടികൾക്ക് KG ജോർജ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഒന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം മേക്കർ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ സിനിമകൾ ഉണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് തോന്നി. പിന്നെ ആ സമയത്ത് ഇതുപോലെ ഇപ്പം ഈ എൻ്റെ ഫ്രണ്ടാണ് ഷാഹിന റഫീഖ് എന്ന് പറഞ്ഞിട്ട് റൈറ്ററുണ്ട്. പുള്ളിക്കാരി കുറേ ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കുറേ റിസർച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽസ് ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫിലിം മേക്കറും അങ്ങനെ ഒരു എന്താ പറയണ്ടേ ആളുടെ ഒരു ലിസ്റ്റ് ഓഫ് ഫിലിംസ് ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര എനിഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ കുറേ ടൈം എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഐ ആം ഹാപ്പി ഐ ഡിഡ് ദാറ്റ്. അതിലും അർച്ചനയാണ് അതിന്റെ സബ് ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് ഫിനിഷ് ചെയ്തത്. ഇവരെല്ലാവരും കൂടെ ചെയ്തതാ, എൻഡിൽ ഇത്തിരി ചെയ്തിട്ടുണ്ട്. ഇനിയൊരു സിനിമ എന്ന് ആലോചിക്കുമ്പോൾ രണ്ടുപേരും ചേർന്ന് തന്നെയാണോ ആലോചിക്കുന്നത്, അതോ ഇനി രണ്ടുപേരും പുതിയ പിരിയോന്നല്ല ആലോചിച്ചിട്ടുണ്ടോ ഇനിയൊരു സിനിമ, അതും എങ്ങനെ ആയിരിക്കണം? ഇതിനിടയ്ക്ക് പറഞ്ഞ ഒരു ഐഡിയ, ഈ പറഞ്ഞ പോലെ ഐഡിയ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല രസമുള്ള സാധനമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഒരു ഫീച്ചറായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അർച്ചന അത് കുറച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു പ്രൊഡക്ഷൻ പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയോ അതിനുള്ള? അത് എഴുത്തൊരു ഇതായി, ഇനി മറ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ, ആർട്ടിസ്റ്റ്, അതൊക്കെ
സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ ഹെറിലൂടെ കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ വല്ല പ്രാധാന്യം കൊടുത്തിട്ടാണോ അതോ? ഇല്ല, അതിലൊരു എന്താ പറയണ്ട, ഈ പറഞ്ഞ പോലെ അതിലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു തോട്ടുണ്ട് അതിൽ. അതായിരുന്നു എനിക്കതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇത് അർച്ചന എഴുതി വരുമ്പോൾ നാച്ചുറലി അതിനൊരു ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിലുള്ള എലമെന്റ്സ് അതിൽ വരും. ഇപ്പോൾ ഹെയറിലാണെങ്കിൽ പോലും നമ്മളങ്ങനെ ഒരു ഓൺ ദ ഫേസ് ഫെമിനിസം പറയുക എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ലോഗനിയറിങ് പരിപാടിയിലേക്ക് പോകാൻ ഇത് അങ്ങനത്തെ ഒരു സാധനമല്ല, ഒരു ലൈറ്റർ ഒരു പരിപാടിയായിരിക്കും എന്ന് തോന്നുന്നു. സിനിമ എന്നതൊരു പാഷനായിട്ട് എത്തിപ്പെട്ടതാണോ? സിനിമ ആർക്കോ പാഷൻ അല്ലാത്ത, സിനിമ എല്ലാവർക്കും പാഷനാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എത്രത്തോളം ശ്രമങ്ങൾ അതിന് വേണ്ടി ഇടുന്നു, അല്ലെങ്കിൽ എത്ര കാലം നമ്മളത് പെർസീവ് ചെയ്യുന്നു എന്നുള്ള മാത്രമായിരിക്കും അതിൽ ഡിഫറൻസ് തോന്നുന്നു. സിനിമ എല്ലാവർക്കും, ആരും സിനിമ വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് ആരെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇൻ സം വേ ഓർ ദ അതർ എല്ലാവരും സിനിമ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി ആയിരുന്നു. ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു നമുക്ക് തുടക്കം, ഫോട്ടോസ് എടുക്കുമായിരുന്നു. നാച്ചുറലി അതിൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു എക്സ്റ്റെൻഡഡ് സാധനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു വിഷ്വൽ സാധനവും സിനിമയും ഒക്കെ പിന്നീട് വരുന്നത്. ആദ്യ സിനിമ അനുഭവം എങ്ങനെയായിരുന്നു? ഫ്രൈഡേ ഞാൻ പറഞ്ഞു, ഫ്രൈഡേ എൻ്റെ ആദ്യത്തെ സിനിമ, സാൻഡ്രയുടെ ആദ്യത്തെ സിനിമ, അങ്ങനെ കുറേ പേരുടെ തുടക്ക സാധനമാണ്. അതിൻ്റെ എല്ലാ കൺഫ്യൂഷനും മെസ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നാലും എനിക്കിഷ്ടമായിട്ടോ. അതെ, അല്ല പക്ഷെ അത് രസമായിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞു, അതും ഈ പറഞ്ഞ ഒരു 28-29 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് തുടങ്ങുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ ഇത്രയും പണി അതിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടെ. നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യാന്നുള്ള ഒരു ഡ്രൈവിൽ അങ്ങനെ ഒരു നല്ല ടീം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് നജീം മാത്രമല്ല, നജീമിൻ്റെ അപൂർവരാഗ് എഴുതിയിട്ടുണ്ട് നജീം അതിനു മുമ്പ്. വേറെ ഞങ്ങൾക്ക് ആർക്കും അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഷോർട്ട് ഫിലിംസും ഈ പറഞ്ഞ ഡോക്യുമെൻ്ററീസ് ഒക്കെ ഉള്ളൂ. സാൻഡ്ര ആണെങ്കിലും ഫസ്റ്റ് ടൈമാണ് പ്രൊഡക്ഷൻ. പക്ഷേ ഐ തിങ്ക് ഔട്ട് ഓഫ് കെയോസ് വി മെയ്ഡ് എ ഡീസെന്റ് ഫിലിം. അഭിനയം കഴിഞ്ഞു, പിന്നെ ഫിലിം സ്റ്റഡീസിൽ PhD എടുത്തു, ഇപ്പൊ തിരക്കഥയിൽ എത്തി നിൽക്കുന്നു. ഇനി എന്താണ് സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ? ഐഡിയ ഇല്ല, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സിനിമയിൽ മാത്രം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. മറ്റ് ഇപ്പൊ പറഞ്ഞ മുമ്പ് ചെയ്തിട്ടുള്ള ഏതൊരു ജോലി ആയാലും, അക്കാഡമിക്സ് ആയാലും ശരി, കോർപ്പറേറ്റ് ആയാലും ശരി, അതിലെല്ലാം ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിലൊരു പ്ലാൻ, നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതുവഴി ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ നടക്കും. ഇത് അങ്ങനെ അല്ല. അപ്പോൾ ഇതിൽ ഞാൻ തന്നെ ഒന്ന് ഫിറ്റിനായി ശ്രമിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഫിറ്റിനായിട്ടില്ല. ഇപ്പോഴും എനിക്ക് എല്ലാം അത്ഭുതമാണ്. ഇത് ഇങ്ങനെയാണോ, ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മനസ്സിലാവാത്ത, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട് എനിക്ക് ഇപ്പോഴും. അപ്പം ഞാൻ തന്നെ ഇതിൽ ഓക്കെ, ഇത് സിനിമയിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അടുത്തത് എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇങ്ങനൊരു തോട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അത് സ്ക്രിപ്റ്റ് തന്നെയാണ്. അത്രേ ഉള്ളൂ. അടുത്തത് എന്താ നോക്കാം. ഏതാണ് എളുപ്പമായിട്ട് തോന്നിയത്? അഭിനയിക്കുന്നതാണോ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണോ? അഭിനയിക്കുന്നതാണ്. പറയുന്നത് അതേപോലെ അതില് തീരുമല്ലോ അല്ലെ. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകളെ ഒരിക്കലും ഒരു ടെക്നിക്കൽ സൈഡിലൊന്നും നമ്മളെ സിനിമയിൽ സ്ത്രീകൾ വളരെ കുറവാണ്. വന്നവർ തന്നെ നിലനിന്ന് പോവലും ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഇപ്പം അർച്ചനേനെ പോലുള്ളവരൊക്കെ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്കൊക്കെ വന്ന് കാണുന്നത്. അതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ സിനിമയെ സ്ഥിരം നിരീക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ. എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഈ രംഗത്തേക്ക് വരാൻ പൊതുവെ എല്ലാവർക്കും ഒരു മടി ഉള്ളത് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാനും ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നാടകത്തിലൊക്കെ വളരെയധികം സജീവമായി നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് സിനിമയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്ന സമയം തന്നെയായിരുന്നു. കാരണം നമ്മളതിൽ സജീവമാണ്. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അഭിനയം നോക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത്, അയ്യോ സിനിമ സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്ന രീതിയിലായിരുന്നു. പിന്നെ ഇതിനൊരു വരുമാനം എന്ന രീതിയിലേക്ക് നമുക്ക് നോക്കിക്കാണാൻ അന്നും എനിക്ക് തോന്നുന്നു ഒരുവിധം ഇപ്പോഴും അതെ, ഇതാണ് എൻ്റെ വരുമാന മാർഗം എന്ന് നോക്കിക്കാണുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ ഒരു വളരെ ഡിഫിക്കൾട്ടാണ്. നമ്മൾ ഇത് മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ ഒരു ബാക്കിംഗ് സിനിമയാണെന്ന് ഞാനിപ്പോഴും കാണാൻ തുടങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ സ്ട്രഗിൾ, പക്ഷെ നമ്മൾ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അത് ആ ഒരു രീതിയിലേക്ക് വന്നു തുടങ്ങി. അതൊരു മാറ്റമാണ്. അപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ചിന്താഗതിയിൽ നിന്ന് തന്നെ എനിക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഞാൻ ആലോചിച്ചത് അങ്ങതുപോലെയല്ല ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രായത്തിൻ്റെ ആണെന്ന് അറിഞ്ഞൂടാ, ബട്ട് ആ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജനറലി ഒരു വർക്ക് സ്പേസ് അറ്റ്മോസ്ഫിയറും കേട്ടതിൽ നിന്നും അനുഭവിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നതും കുറേയും കൂടെ കൺഡ്യൂസീവായി വരുന്നു ഇപ്പോൾ.
എല്ലാം ഓക്കെ ആണെന്നല്ല, പക്ഷെ ഈ പറയുന്ന ഇപ്പൊ ഇതുപോലെയുള്ള സംവിധായകനും അതുപോലെ ഇതുപോലെയുള്ള പ്രൊഡക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ആണുങ്ങളായിരുന്നു നമ്മുടെ സെറ്റിൽ എന്ന് പറയുന്നത്. ഒരു അസോസിയേറ്റ് അല്ലാതെ ബാക്കി എല്ലാവരും ആണുങ്ങൾ തന്നെയായിരുന്നു. അതൊരു ചെറിയ മാറ്റത്തിലേക്കുള്ള തുടക്കമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും അതുകൊണ്ട് ഇത് കാണുമ്പോൾ വേറെ എഴുത്തുകാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവർക്കോ ആർട്ട് ചെയ്യുന്നവർക്കോ എല്ലാം സ്ത്രീകൾക്കും മറ്റെല്ലാവർക്കും വരാനുള്ള ഒരു ചാൻസ് ആണ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ് റൈറ്റ് നൗ. മേ ബി ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ. ഇറ്റ്സ് നോട്ട് എവറിത്തിങ് ഈസ് നോട്ട് ഓക്കെ. പക്ഷെ മുമ്പുണ്ടായിരുന്നതിനേക്കാളും ചെറിയ ചെറിയ മാറ്റങ്ങൾ താങ്ക്സ് ടു എവ്രിബഡി ഹു വോയിസസ് ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേര്, എസ്പെഷ്യലി പാർവതി അതുപോലെയുള്ള ആളുകൾ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനാണല്ലോ അവര് ആ ഒരു സംഘടന രൂപീകരിക്കുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ആരോ ഷെയർ ചെയ്ത് തന്നു. ഈ ഗുരുവിന്റെ ഓട്ടോയിൽ കയറുന്ന ഈ 3 പേരുടെ കാര്യം വെച്ചിട്ട് അതിൽ ആദ്യം ഐശ്വര്യ കയറുന്നുണ്ട്, അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പാർവതി കയറുമ്പോൾ പാർവതി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനു മുമ്പ് വന്ന 2 പേര് അവർ റിയാക്ട് ചെയ്തതിന്റെ ഒരു റിസൾട്ട് പിന്നീട് കിട്ടുന്നത് അവസാനം വരുന്ന ഇത് മമിതയുടെ ക്യാരക്ടർ ഫൈനലി വരുമ്പോൾ അവർക്കാണ്. അപ്പം സംബഡി ഹാസ് ടു എന്താ പറയുക ടേക്ക് അപ്പ് ദ ഫൈറ്റ്. അതിന്റെ റിസൾട്ട് ഒക്കെ ചിലപ്പോൾ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പോകുന്നൊക്കെ ചിലപ്പോൾ അടുത്തൊരു ജനറേഷനൊക്കെ ആയിരിക്കും. പക്ഷെ അതിനൊരു ചേഞ്ച് ഒരു എന്താ പറയണ്ട ഒരു ഈ പറഞ്ഞ ആരെങ്കിലും അത് വോയിസ് ചെയ്ത് തുടങ്ങണം. സമ്മൺ ഹാസ് ടു ടേക്ക് ദാറ്റ് ഫൈറ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ചേഞ്ച് ഓവർ ദ നൈറ്റ് അല്ല വരുന്നത്, വരിക എന്നുള്ളതാണ്. അത് കാണാൻ ഇപ്പം ലിജിനൊക്കെ ഇപ്പം ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പം എന്താണ് തോന്നിയിട്ടുള്ളത് ആ മാറ്റം? ഞാനിപ്പോ ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ല, നമുക്കത് അറിയാം കാര്യം. ഞാനൊക്കെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമിലൊക്കെ ഉള്ള ഒരു ഫിലിം ഒരു സെറ്റിലെ പോലെ അല്ല ഇപ്പം ഇവിടെ സ്ത്രീകളോട് ഉള്ള മൊത്തത്തിലുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മുമ്പ് നമുക്ക് തന്നെ അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഇനി കൂടുതലും സ്ത്രീകൾ ഡെഫിനറ്റ്ലി സിനിമയിലേക്ക് വർക്ക് ചെയ്യാൻ വരും. അതിന് വളരെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സെനാറിയോയിലേക്കായിരിക്കും ഇവഞ്ച്വലി വരിക. അതേ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഉള്ളൊരു ടർബുലൻസ് is for a good change and for the betterment definitely. സ്വന്തം സിനിമയുടെ ചുറ്റുപാടിലൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ ഇതിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഹേമ കമ്മിറ്റിയിൽ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ ഞാനടക്കം ഇപ്പൊ എനിക്കും പ്രശ്നങ്ങളുണ്ട്. ഞാനടക്കം ഈ പറഞ്ഞ പാട്രിയാർക്കിയും നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒക്കെ എല്ലാ തരത്തിലുള്ള കണ്ടീഷനിങ്ങിലും വന്നാണ്. അപ്പൊ ഒറ്റ ഇതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും മാറുന്നില്ല. ബട്ട് നാച്ചുറൽ ഇപ്പം ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചില സാധനങ്ങൾ വരുമ്പോൾ അർച്ചന ചിലപ്പോൾ ചില സാധനങ്ങൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. അത് അങ്ങനെയല്ല, കുറച്ചും കൂടി ഇതാക്കി ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പറയണം എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര റൂഡാവും, ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ കുറച്ച് റൂഡാവും, അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിലായിരിക്കില്ല അത്രയും നമ്മൾ കൺസേൺ കാണിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ നമുക്കൊക്കെ ആ ഒരു ഈ മാറ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ നമ്മൾ എന്താ പറയുക ഇത് മൊത്തത്തിൽ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരെന്നല്ല. ബട്ട് ഡെഫിനറ്റ്ലി ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അത് നമുക്കും അറിയാം. നമ്മുടെയൊക്കെ ലൊക്കേഷനിലൊക്കെ തന്നെ ആ വ്യത്യാസങ്ങളുണ്ട്. പൊതു ഇടത്തിൽ ഉണ്ടാവുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിനെ പലയിടത്തിലായിട്ട് ഇപ്പം ഈ പറഞ്ഞ ഒരു ടോയ്ലറ്റ് ഇഷ്യൂ, അതായത് സ്ത്രീകൾക്ക് പൊതു ഇടത്തിൽ സുരക്ഷിതമായിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു സൗകര്യമില്ലായ്മ, അതേപോലെ തന്നെ കാണിച്ചു ഈ റിയൽ ലൈഫും തമ്മിലുള്ള അത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ അതിന്റെ കഥയുടെ ഭാഗമായിട്ട് വന്നു ചേർന്നതാണോ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് ആ ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കുറെയെങ്കിലുമൊക്കെ ഇപ്പം എൻ്റെ വൈഫും എൻ്റെ മോള് രണ്ടുപേരും, ഒരാൾ ടീച്ചറാണ്, മകൾ സ്കൂളിൽ പഠിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നവരെ ടോയ്ലറ്റ് യൂസ് ചെയ്യില്ല. ടോയ്ലറ്റ് വൃത്തിയില്ലാത്തതുകൊണ്ട് പറ്റില്ല എന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ആലോചിക്കുന്ന തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ റുട്ടീൻ അങ്ങനെയാണ്. അവർ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് പോയതിൻ്റെ കാര്യം ടോയ്ലറ്റ് വൃത്തിയില്ലാത്ത ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണത്. അപ്പോൾ അത് ബാക്കി അല്ലാതുള്ള പബ്ലിക് സ്പേസിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇത്രയും നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, വെള്ളം കുടിക്കാതെ. ഇപ്പോഴും അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ എവിടെയാണ് ഇതിനുള്ള ഒരു ഫെസിലിറ്റി? അപ്പൊ ഇപ്പോഴും നമ്മൾ ആ ഇഷ്യൂസ് ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. അപ്പം നമുക്ക് തോന്നുന്നു ഇതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, ഇത് വീണ്ടും ഇത് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ ഇത് ഇപ്പോഴും പ്രശ്നമാണ്, ഇപ്പോഴും ഇത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് അതേപോലെ തന്നെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ചില സന്ദേശങ്ങൾ വന്നു പോയേക്കാം. പക്ഷെ അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അല്ല.
നാച്ചുറലി അത് കൊണ്ടുവന്ന് കഥ പറയുന്ന ഇതിൽ അതങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അർച്ചനയ്ക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നുള്ള അവസരം വന്നിരിക്കുന്നത് ലിജുനുമായിട്ടുള്ളൊരു സൗഹൃദം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സിനിമയിൽ നിന്ന് അവസരങ്ങൾ വന്നിട്ടുണ്ടോ? അവിടെയാണല്ലോ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒക്കെ പ്രാധാന്യം നിൽക്കുന്നത്. ഞാനത് ഇന്നലെയും കൂടെ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷെ ഹെർ ഇറങ്ങിയതിന് ശേഷം വരുന്നതൊക്കെ ഏതെങ്കിലും ആഡിൽ അഭിനയിക്കുവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ റൈറ്റിംഗ് അസൈൻമെന്റ്സ് ഒക്കെ വരും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ടു ഏർലി ഫോർ ദാറ്റ്. പക്ഷെ 1-2 ഇങ്ങനെ കോറായിട്ട് ചെയ്യാൻ പറ്റുമോ, എല്ലാവരും ഈ ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ ഇതൊന്ന് സഹായിക്കും, അത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. കാരണം ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഉള്ളതിൽ നാച്ചുറലി അത് വരും ഞാൻ എഴുതുമ്പോൾ സ്ത്രീ ആയതുകൊണ്ട്. പക്ഷെ ഹെർ എന്ന് പറയുന്നത് ആ ഒരു അതേ ഒരു എന്താ പറയാ അതേ രീതിയിൽ ഞാൻ വേറൊരു സിനിമ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല. പിന്നെ എനിക്ക് താല്പര്യമുണ്ട് അത് എഴുതാം, അല്ലെങ്കിൽ അത് ഒരു ആ സ്പെസിഫിക് സബ്ജക്റ്റിനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം വേണം, അത് നോക്കണം. 2, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എത്ര നമ്മൾ പ്രൊഫഷണൽ സ്പേസ് ആണ്, ക്രിയേറ്റിവിറ്റി ടെക്നിക്കാലിറ്റി എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ വെരി വെരി പേഴ്സണൽ സ്പേസ്. ഒരു ഡയറക്ടർ ആയാലും, പിന്നെ അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ വരുമ്പോൾ പ്രൊഡ്യൂസർ ആയാലും, അത് കഴിഞ്ഞ് വരുന്ന ആക്ടേഴ്സ് ആയാലും, എല്ലാവരോടും വളരെയധികം നമ്മൾ ഫ്രണ്ട്ലി ആയി പെരുമാറി അവരുടെ ഇൻപുട്സ് എടുത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വേണം നമുക്ക് ജോലി ചെയ്യാൻ. അങ്ങനെയുള്ളൊരു സ്പേസിൽ അത് ആര് വന്നാലും അങ്ങനെ ഒരു സ്പേസ് ആണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ചെയ്യൂ എന്ന് മാത്രമേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആലോചിച്ചിട്ടുള്ളൂ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നല്ല സിനിമകൾ കാണുക, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുക, അതൊക്കെ തന്നെയുള്ളൂ പറയാൻ. ഇപ്പം ഹെർ ഒരുപാട് പേര് കണ്ടിട്ട് ഈ പറഞ്ഞ കണക്ക് നമ്മളെ നേരിട്ടും അല്ലാതെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒത്തിരി പേരുണ്ട്, വിയോജിപ്പുകൾ പറഞ്ഞവരുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദിയുള്ള കാര്യം, അവർ ഒന്നില്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിന് നന്ദി. അത് വർത്ത് വൈലാക്കാൻ പറ്റിയെങ്കിൽ, കുറേ പേർക്കെങ്കിലും അത് വർത്ത് വൈലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം.